മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതം. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ ആരംഭിച്ചു. സ്ഥലത്തേക്ക് 3 കൂടുകൾ എത്തിച്ചിട്ടുണ്ട്. AK അഭിലാഷ് സ്ഥലത്തുണ്ട്. അഭിലാഷ്, ഇപ്പോൾ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? കടുവയെ കണ്ടവരുണ്ടോ? സ്മൃതി, തെരച്ചിൽ ഊർജിതമാക്കുന്നു. അതോടൊപ്പം തന്നെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, 3 കൂടുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ കൂടുകൾ സ്ഥലത്തേക്ക് സ്ഥാപിക്കാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭൂമിശാസ്ത്രപരമായി വെല്ലുവിളി നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ വലിയ വാഹനത്തിൽ കൂടുകൾ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ വാഹനത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഈ കൂടുകൾ മുകൾ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. എങ്കിൽ പോലും ഈ മലയുടെ മുകൾ ഭാഗത്തേക്ക് ഈ കൂടുകൾ എത്തിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഏതായാലും ഈ കടുവ താഴോട്ട് വരികയും അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കാൻ ആവശ്യത്തിന് വരികയൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ കൂട് എത്തിച്ചുകൊണ്ട് അവിടെ ഒരു ട്രാപ്പ് ഒരുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ 20 ക്യാമറ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ള ഒരു പരിശോധന കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോണും ഇവിടെ എത്തിയിട്ടുണ്ട്. ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെ ഈ കടുവ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പോലും കടുവയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു പ്രതിസന്ധിയായി നിൽക്കുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ അവിടെ ഇറങ്ങിയുള്ള ഒരു പരിശോധന സാധ്യമാകുമെങ്കിൽ ഇവിടെ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. നാട്ടുകാരോട് തന്നെ ചോദിക്കാം, ആശങ്കകൾക്ക് ഒരു പരിഹാരമാവുന്നുണ്ടോ? ആശങ്കകൾക്കൊരു പരിഹാരം വരുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് 3 കൊല്ലമായിട്ട് ഇതിൻ്റെ പരാതി ഇതുമായിട്ട് ഞങ്ങൾ പുറകെ പോയതാണ്. അന്നൊന്നും അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാൾ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. അതുകൊണ്ട് ഇനിയെല്ലാം ഇപ്പോൾ ഫുൾ സെറ്റപ്പിലാണ്. ഇപ്പോൾ കൂട് സ്ഥാപിക്കാൻ വേണ്ടി 2 കൂടുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞാൽ കുങ്കിയാനകൾ വന്നിട്ടുണ്ട്. അവർ പോയി അതും പരിശോധിച്ച് അവർ ഷൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആശങ്കകളെല്ലാം കുറവുണ്ട്, പിടിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏതായാലും ഇവർ പ്രതീക്ഷയിൽ തന്നെയാണ്. 2 കുങ്കിയാനകളെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ ഒരു കുങ്കിയാനെ, കുഞ്ചു എന്ന് പറയുന്ന കുങ്കിയാനെ എത്തിച്ചിട്ടുണ്ട്. മറ്റൊരു കുങ്കിയാനെ ഉച്ചയോട് കൂടി തന്നെ എത്തിക്കും. ഏതായാലും ഇപ്പോൾ ഡോക്ടർമാരുടെയും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ആ മേഖലയിൽ ആകെ അരിച്ചുപെറുക്കിയുള്ള ഒരു പരിശോധനയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ സാങ്കേതികമായുള്ള പരിശോധന, ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ കടുവയെ കൂട്ടിലാക്കാനുള്ള സമാന്തരമായ മറ്റു തരത്തിലുള്ള പരിശോധനകളും അതിനുള്ള ശ്രമങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുകൾ ഇപ്പോൾ മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് അടയ്ക്കാക്കുണ്ട് സ്കൂളിലാണ് ഈ സ്കൂൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ചെറിയ വാഹനത്തിലേക്ക് എത്തിച്ച് ഈ മലയ്ക്ക് മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കടുവയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഇവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ശരി, AK അഭിലാഷനാണ് സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. 3 കൂടുകളാണ് ഇപ്പോൾ കടുവയെ പിടികൂടാനായി എത്തിച്ചിരിക്കുന്നത്. തിരച്ചിൽ വ്യാപകമായി പുരോഗമിക്കുകയും ചെയ്യും.